നമസ്കാരം. സിനിമാ നടന്മാരും സാംസ്കാരിക നായകരുമൊക്കെ ഇടതുപക്ഷത്തിനൊപ്പമാവണം എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ഒരു വൈപ്പ്, ഒരു രീതി. അതുകൊണ്ടാണ് പെണ്ണുപിടിയിൽ പേരുകേട്ട KB ഗണേഷ് കുമാറും മുകേഷുമൊക്കെ നിയമസഭയിലെത്തിയപ്പോഴും അതൊന്നും വിമർശിക്കപ്പെടാതിരിക്കുകയും പലരും ആവേശം കൊള്ളുകയും ചെയ്തത്. രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നതും അതുകൊണ്ടാണ്. എന്നാൽ പിഷാരടി പാലക്കാട് പോയി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. നിയമസഭയിൽ എത്തി അവസരം കിട്ടിയപ്പോഴൊക്കെ ഷൈൻ ചെയ്യുന്നു. ഇനിയുള്ള കാലം പിഷാരടി സിനിമക്കാർക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി മാറും എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതുവരെ ഗണേഷ് കുമാറായിരുന്നു അത്രയധികം സ്വാധീനമുള്ളയാൾ. ആ സ്ഥാനം പിഷാരടി ഏറ്റെടുക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. പിഷാരടിയെ കിട്ടുന്ന അവസരത്തിലൊക്കെ താഴ്ത്തിക്കെട്ടാൻ കമ്മിക്കൂട്ടങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് പിഷാരടി തന്നെ പോയി സ്വയം പണി ചോദിച്ചു വാങ്ങിയത്. പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്ന് രണ്ടാം ദിവസം ചർച്ചയായത് പിഷാരടിയുടെ പഞ്ചാരടിയാണ്. അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ മെറിറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യ ദിവസങ്ങളിൽ ചർച്ചയായതെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു പഞ്ചാരടി ഇപ്പോൾ വലിയ കുപ്രസിദ്ധി നേടുകയാണ്. സോഷ്യൽ മീഡിയ കാലത്ത് എത്ര അടുപ്പമുള്ളവരോട് സംസാരിച്ചാലും ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭാഷണം പുറത്തു വരുമ്പോൾ. മോളിവുഡ് കണക്ട് എന്ന പേരുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരിക്കുന്ന കുറിപ്പ്, നറേഷൻ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ നല്ലതായതുകൊണ്ട് ആദ്യം വായിച്ചു കേൾപ്പിക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പാണ് പ്രചരിക്കുന്നത്. രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതിൽ രമേശ് പിഷാരടി ശ്വേതാ മേനോനോട് സംസാരിച്ച രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിരവധി ആളുകൾ വിമർശനവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. രമേശ് പിഷാരടി ശ്വേതാ മേനോനെ വിളിച്ചിട്ട് എവിടെയാണുള്ളത് എന്ന് ചോദിക്കുന്നു. ശ്വേതാ മേനോൻ ഒരു ഹോട്ടലിൻ്റെ പേര് പറയുന്നു. അവിടെ എന്താണ് പരിപാടി എന്ന് രമേശ് പിഷാരടി ചോദിക്കുന്നു. അതിന് മറുപടിയായി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും എന്ന് ശ്വേതാ മേനോൻ പറയുന്നു. അത് കേട്ട് രമേശ് പിഷാരടി ഒരു വഷളൻ ചിരിച്ചിരിക്കുന്നു. എന്തിനാണ് പിഷാരടി ചിരിക്കുന്നത് എന്നറിയാതെ ശ്വേതാ മേനോൻ അമ്പരന്ന് മിണ്ടാതെ നിൽക്കുന്നു. പിന്നീട് രമേശ് പിഷാരടി തന്നെ ചിരിച്ചതിനുള്ള കാരണം പറയുന്നു. ഇന്ന് എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ശ്വേതാ മേനോൻ പറഞ്ഞത് ഹസ്ബൻഡ് വൈകിട്ട് വരും എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് താൻ വായിച്ചപ്പോൾ ചിരിച്ചുപോയി എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. പക്ഷെ അപ്പോഴും പാവം ശ്വേതയ്ക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് ബോംബെയിൽ നിന്ന് വരും എന്നാണ് എന്ന് ശ്വേതാ മേനോൻ വീണ്ടും പറയുന്നു. അപ്പോൾ രമേശ് പിഷാരടി തിരിച്ചു ചോദിക്കുന്നു, അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? എന്നിട്ട് വീണ്ടും വഷളം ചിരിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ശ്വേതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ശ്വേത പക്ഷേ അതത്ര കാര്യമെടുക്കുന്നില്ല. ഓ, ആ പരിപാടി പിഷു, ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതാണ് എന്നെ ഏറ്റവും വലിയ പ്രശ്നവും. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യവും അറിയാത്ത ആളാണ് എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. അതിന് രമേശ് പിഷാരടി നൽകിയ മറുപടി ഇതാണ്: സാരമില്ല, നമുക്ക് ശരിയാക്കാം, ഹസ്ബൻഡ് വന്നിട്ട് പോകട്ടെ. രമേശ് പിഷാരടിയെ പറഞ്ഞതും ശരിയായില്ല എന്ന് വിമർശനങ്ങളുണ്ട്. അതേസമയം അവർ അടുത്ത സുഹൃത്തുക്കളാണ് എന്നും അവർ തമ്മിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും അതിന് അവർക്ക് അവരുടെ പാർട്ട്ണർമാർക്കും ഇല്ലാത്ത വിഷമം എന്തിനാണ് മലയാളികൾക്ക് എന്നുമാണ് മറ്റൊരു വിഭാഗം മലയാളികൾ പറയുന്നത്. സംഭവത്തിൻ്റെ ഒരു ലഘു വിവരണമാണിത്. ഇനി ആ സംഭാഷണം കേൾക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയിൽ. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. സഖാക്കൾ വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങ് AKG സെന്ററിലെ വിദൂഷകർ വരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഫെമിനിസ്റ്റുകളൊക്കെ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം മറ്റൊരു മാങ്കൂട്ടത്തെ കിട്ടിയതിൻ്റെ ആവേശത്തിലാണ്. അവർ പുറത്തിറക്കിയിരുന്ന പോസ്റ്ററാണിത്. രമേശ് മാങ്കൂട്ടത്തിൽ എന്നാണ് ആ പോസ്റ്ററിൽ വിശേഷണം. കോംറൈഡ്സ് ഇൻ IT എന്ന പേജിൽ ഇങ്ങനെ എഴുതുന്നു: പിഷാരടി ശ്വേതാ മേനോൻ പുറത്തു വന്ന ഫോൺ സംഭാഷണം. പിഷാരടി, എന്താ പരിപാടി? ശ്വേത, ഞാനിവിടെ ക്രൗൺ പ്ലാസിൽ, വൈകിട്ട് ഹസ്ബൻഡ് വരും. പിഷാരടി, ഹൂ ഹൂ ഹൂ, ഹി ഹി ഹി, കി കി കി.
പിഷാരടി ഭർത്താവ് വന്നിട്ടാണോ പരിപാടി? ശ്വേത എന്താ? പിഷാരടി വൈകിട്ട് ഭർത്താവ് വന്നിട്ടാണോ പരിപാടി? ഹു 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 ഹി 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 കി കി കി. ശ്വേത അതല്ല, ഹസ്ബൻഡ് വൈകിട്ട് ബോംബെയിൽ നിന്ന് വരും, അതാണ് ഞാൻ പറഞ്ഞത്. പിഷാരടി അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടാ പരിപാടി അല്ലേ? ഹി 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 ഹു 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 കി കി കി. എജ്ജാതി വേട്ടാവളിയനാണ് ഇവൻ. ഷാഫി സ്പെഷ്യൽ സ്കൂൾ ഓഫ് സെക്ഷൽ പെർവേർട്ടിൽ ഉൾപ്പെട്ട എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണല്ലോ. ഇത്തരത്തിലുള്ള തകർപ്പൻ പ്രചരണങ്ങൾ CPM ഏറ്റെടുത്തിരിക്കുന്നു. വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞ് പിഷാരടിയുടെ ചിത്രത്തോടു കൂടി ഒരു കുറിപ്പ് വരുന്നു. മെർഷി മുളവൂർ എഴുതി ഈ കുറിപ്പുകൾ ആവർത്തിച്ചൊടുവിൽ പറഞ്ഞു, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചു വരിക വേട്ടാവളിയന്മാർ മാത്രമായിരിക്കുന്നു ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുന്നു. എജ്ജാതി വഷളൻ. ഇത്തരത്തിൽ സഖാക്കൾ ആവേശപൂരിതരാകുന്നു. എന്നാൽ ഇതിന് മറുഭാഗം പറയുന്നവർ ധാരാളമുണ്ട്. പൊതുവെ ഇത്തരം വിഷയങ്ങളൊന്നും അഭിപ്രായം പറയാത്ത ബൈജു സ്വാമി പിഷാരടിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. സിനിമാ താരവും ഇപ്പോൾ നിയമസഭാംഗവുമായ രമേശ് പിഷാരടി അയാളുടെ സഹപ്രവർത്തകയും അമ്മ ഭാരവാഹിയും പിഷാരടിയുടെ സുഹൃത്തുമായ ശ്വേത മേനോനുമായി സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡിങ്ങിലെ ഒരു ഭാഗം എടുത്തു കാട്ടി രമേശ് പിഷാരടി സ്ത്രീ വിരുദ്ധനായ പെർവേർട്ടാണെന്ന് എഴുതിക്കൂട്ടാൻ കുറെ അന്തങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും എൻ്റെയും മലയാളികളുടെയും രാഷ്ട്രീയ ഗുരുവായ കുമാരപിള്ള സാറിനെ ഓർത്തു. രമേശ് പിഷാരടി അന്തങ്ങളുടെ നെഞ്ചിലെ വിങ്ങലാണെന്നും അയാൾ എന്ത് വില കൊടുത്തും നാറ്റിക്കുമെന്നും അദ്ദേഹത്തിന്റെ ജയത്തെക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. കുമാരപിള്ള സാർ പറഞ്ഞതുപോലെ കൊള്ളാവുന്ന ചെറുപ്പക്കാർ എതിർപക്ഷത്ത് വരുമ്പോൾ പെണ്ണ് കേസിലും ഗർഭക്കേസിലും പെടുത്തി നാട്ടുകാർ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥ വന്നാൽ നാം ജയിച്ചു എന്ന കുമാരപിള്ള തീസിസ് പിഷാരടിക്കെതിരെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു നോട്ടി ജോക്ക് എടുത്ത് വീശി പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ സാമൂഹ്യ വിരുദ്ധരായ അന്തങ്ങൾക്ക് നോട്ടി ജോക്സിനെ കുറിച്ച് അറിയില്ലെന്നാണ് എൻ്റെ തോന്നൽ. സാക്ഷാൽ ഖുശ്വന്ത് സിംഗും ഇന്ദിരാഗാന്ധിയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം എന്തെന്നോ, ഇന്ത്യ കണ്ട ഏറ്റവും ബ്രില്യൻ്റായ സൈനിക മേധാവിയായ സാം മനേക്ഷ എന്നിവരൊക്കെ ഹായ് സ്വീറ്റി എന്നൊക്കെയായിരുന്നു സുന്ദരികളായ സഹപ്രവർത്തകരെ വിളിച്ചിരുന്നത്. അതൊന്നും പീഡന ഉദ്ദേശത്തോടെ ആയിരുന്നതുകൊണ്ടോ അവർ പെർവേർട്ടുകളായതുകൊണ്ടോ അല്ലെന്ന് അറിയാനുള്ള ബോധം സമൂഹത്തിലുണ്ടായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോളേജ് ഗേറ്റിൽ യോനിയുടെ ചിത്രം വരച്ചു വെച്ചും ചുംബന സമരം നടത്തിയും ഫ്രീ സെക്സ് അവകാശ സമരം നടത്തി ക്യാമ്പസുകളെ കാമാത്തിപ്പുരകളാക്കി അന്തങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് തമ്മിൽ പ്രൈവറ്റ് സംഭാഷണത്തിലോ അവർക്ക് പരസ്പരം പ്രശ്നമില്ലാത്ത നോട്ടി ജോക്കോ സഹിക്കാൻ പറ്റുന്നില്ല അത്രേ. അതുകൊണ്ട് എനിക്ക് പിഷാരടിയോട് പറയാനുള്ളത്, MLA സ്ഥാനം ഉള്ളയത്രയും കാലം കഴിവതും സ്ത്രീകളുമായി സംഭാഷണമോ അല്ലെങ്കിൽ ഒരു ഇടപാടോ ഇല്ലാതെ നോക്കുക. കഴിയുമെങ്കിൽ ഓപ്പറേഷൻ നടത്തി ആ സാധനം ചെത്തി മാറ്റുക. വേണമെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാമെന്ന് പിഷാരടിയെ ന്യായീകരിച്ച മറ്റൊരു പോസ്റ്റ് കൂടി വായിക്കാം. റഷീദ് കാസിമാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിച്ചാൽ അതിൽ സദാചാര കുറ്റവും അവിഹിതവും മാത്രം തിരിയുന്ന ഇവിടുത്തെ ചില അമ്മാവന്മാർക്ക് ബെസ്സി എന്ന സൗഹൃദ ബന്ധത്തിന് ആഴം എന്താണെന്നോ, ആ റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾ എത്രത്തോളം പരസ്പര വിശ്വാസത്തോടും ഫ്രീ ആയും സംസാരിക്കുമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശ്വേതമേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പൊക്കിക്കൊണ്ടുവന്ന് എന്തോ വലിയ പാതകം കണ്ടുപിടിച്ച മട്ടിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതും ഈ അറിവില്ലായ്മയും സങ്കുചിത ചിന്താഗതിയും കൊണ്ടാണ്. സിനിമയ്ക്ക് അകത്തും പുറത്തും ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള വ്യക്തിയാണ് ശ്വേത. അതിൽ അവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ മാത്രമാണ് പിഷാരടി. പ്രത്യേകിച്ച് നല്ല ഹ്യൂമർ സെൻസുള്ള, എന്തിനെക്കുറിച്ചും തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന, കോമഡിയിലൂടെ മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാൻ കഴിയുന്ന പിഷാരടിയെ പോലെ ഒരാളെ വിശ്വസ്തനായ ഒരു ബെസ്സിയാക്കാൻ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും. രണ്ടടുത്ത സുഹൃത്തുക്കൾ തമ്മിലുള്ള തികച്ചും നോർമലായ ഒരു ഫോൺ സംഭാഷണത്തെ വളച്ചൊടിച്ച് വലിയൊരു വിവാദമാക്കി മാറ്റാൻ നോക്കുന്ന സദാചാര കോമാളികളൊന്ന് മനസ്സിലാക്കുക. കാലം മാറി, ഇത് 2026 ആൺപെൺ സൗഹൃദങ്ങൾ അതിൻ്റെ പവിത്രതയോടെയും പരസ്പര സ്വാതന്ത്ര്യത്തോടെയും കാണാൻ ഇനിയെങ്കിലും ഇവിടുത്തെ സമൂഹം പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വശത്ത് ആക്രമണവും മറുവശത്ത് ന്യായീകരണവും പെരുകുമ്പോൾ ഏതാണ് ശരി, എന്താണ് തെറ്റ് എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. തീർച്ചയായും രണ്ടു ഭാഗത്തും ശരികളുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാണും പെണ്ണും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏതറ്റം വരെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ അതിർത്തി തീരുമാനിക്കേണ്ടത് അവർ മാത്രമാണ്. ആ അർത്ഥത്തിൽ പിഷാരടിയെ കുറ്റക്കാരനായി കാണാൻ പറ്റില്ല. പിഷാരടിയും ശ്വേതാ മേനോനും സുഹൃത്തുക്കളാവുമ്പോൾ. എന്നാൽ ഈ സംഭാഷണം കേൾക്കുമ്പോൾ ഒരു അരുതായികയുണ്ട്. പിഷാരടി പറയുന്ന ആ തമാശ ആ രീതിയിൽ എടുക്കാൻ ശ്വേതയ്ക്ക് കഴിയുന്നില്ല. അതിനർത്ഥം പിഷാരടി ഇതിനു മുൻപ് ശ്വേതയോടെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ്. അത്തരം സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ശ്വേത എന്നാണ്. ആ അർത്ഥത്തിൽ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് പിഷാരടിക്കാണ്. ഈ സെക്ഷുവൽ ജോക്ക് പറയുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്ന ആളും ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം മറുവശത്ത്. അവരും അതിന് അത്തരത്തിൽ മറുപടി പറയുമ്പോൾ അതിലൊരു കുഴപ്പവുമില്ല. എന്നാൽ ഇത് കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുകയും മനസ്സിലായപ്പോൾ അതിലൊരു താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ അർത്ഥം ഇവിടെ പിഷാരടി കുറ്റക്കാരനാണ് എന്നാണ്. അത്തരത്തിലുള്ള തമാശ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു വ്യക്തിയോട് സംസാരിച്ചത് തെറ്റാണ്. അത് പിഷാരടിയുടെ ഒരു ഭാഗത്തെ വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യമുള്ളവരോട് സംസാരിച്ചാൽ പോലും അത് പുറത്തു വന്നാൽ അപകടമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പിഷാരടിക്കുണ്ടാവേണ്ടതുണ്ട്. രണ്ടുപേർ തമ്മിൽ ഇങ്ങനെ സെക്ഷൽ ജോക്കുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു ആത്മവിശ്വാസമാണ്. അത്രമാത്രം ഊഷ്മളമായ ബന്ധം അവർ തമ്മിലുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഒരിക്കലും ആ ശബ്ദരേഖ പുറത്തു വരില്ല.
അങ്ങനെ ഒരു ആത്മബന്ധം പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ശബ്ദരേഖ ശ്വേത പുറത്തുവിടുകയായിരുന്നില്ല, ആരും അറിയുമായിരുന്നില്ല. അതിനർത്ഥം ശ്വേതയുമായി പിഷാരടിക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പിഷാരടിയാണ് കുറ്റക്കാരൻ. പിഷാരടി ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇനി അങ്ങോട്ട് സമൂഹത്തിൻ്റെ കണ്ണ്, പ്രത്യേകിച്ച് അന്തം കമ്മികളുടെ നാവും തലയും ബുദ്ധിയുമൊക്കെ പിഷാരടിയുടെ പിന്നാലെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിച്ച് രക്ഷപ്പെടാം. ഇത് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സത്യമാണ്. എന്നാൽ അത്ര വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിനെ മറികടക്കാൻ കഴിയും. പക്ഷേ ഇനി ജാഗ്രത പാലിക്കണം. പിഷാരടി ഒരു സിനിമക്കാരൻ മാത്രമല്ല, പിഷാരടി ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയക്കാരനാണ്. ആ ഉത്തരവാദിത്വം കാണിച്ചില്ലെങ്കിൽ പിഷാരടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായെന്ന് വരാം.